എടോ എനിക്ക് വയ്യ, എല്ലാ ദിവസവും ഈ വെയിലും വിളിച്ചിട്ട് ഓരോ ഉടായ്പും പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് വരും. എനിക്കിനി വല്ലതും മേടിച്ചെന്നാലേ ഞാൻ വരത്തുള്ളൂ. പിന്നെന്താ ചായ പിടിച്ചോ? ഈ ചൂടാ ചായ പറയാം. എന്നാൽ പിന്നെ കുറച്ച് ചൂടുവെള്ളം മാരിയും കുഴിക്കും. എനിക്ക് വല്ലതും മേടിച്ചോ? പൈസ ഉണ്ടോ നോക്ക്. പൈസ ചായ പിടിക്കാനുള്ള പൈസ ഉള്ളൂ. ഉണ്ട്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതാ ഇവിടെ ATM ഉണ്ട്. രാവിലെ തന്നെ പിടിയുള്ള റെഡിയാണല്ലേ? എടുക്കാം. ചായക്കുള്ളതല്ല കേട്ടോ, കാര്യമായിട്ട് എടുത്തോ. ഓ എടുക്കാം. എടുത്തോണ്ട് വരുമോ? ഒന്ന് അനങ്ങി പാടോ. ഓ കിട്ടിയാ? ഓ കിട്ടി. ATM കാര്യം കണ്ടുപിടിച്ചു വന്നല്ലേ? പണ്ടാണെങ്കിൽ ബാങ്കിൽ കയറി ക്യൂ നിന്ന് പൈസയും പോകില്ല. ഈ സമയത്ത് ഈ നട്ടുച്ച വെയിലത്ത് ചരിത്രം പറയുന്നു. ചരിത്രം പറയാൻ ഒരുപാടുണ്ട് ബാങ്കിന്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ ചരിത്രം പറയാനുണ്ട്. അങ്ങനെയാണ് നമുക്കൊന്ന് ഇരിക്കേണ്ടി വരും. ഇത് സംസാരിക്കാം. എന്തൊക്കെയോ ചരിത്രം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞാട്ടെ, കേക്കട്ടെ ഞാനൊന്ന്. സാറേ, ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സംവിധാനം എന്ന് പറയുന്നത് നമുക്ക് തുടങ്ങുന്നത് 1770-ലാണ്. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനോട് കൂടി ഇന്ത്യയിൽ ഒരു ബാങ്കിങ് സംവിധാനം ആരംഭിക്കുകയാണ്. അത് സ്ഥാപിക്കപ്പെടുന്ന കൊൽക്കത്തയിലാണ് എന്നൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മളൊരു ഇന്ത്യയുടെ കാര്യം നോക്കുന്ന സമയത്ത് ശരിക്കും ഈ ബാങ്കിങ് എന്ന് പറയുന്ന കാര്യം ആരംഭിക്കുന്നത് നമ്മുടെ മണി ലെൻഡേഴ്സ്, ഗോൾഡ് സ്മിത്ത് ഇവരിലൊക്കെയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ എന്ത് ചെയ്യും, നമ്മുടെ പാവപ്പെട്ടവർ കൊണ്ടുവന്നിട്ട് പൈസ കടം കൊടുക്കും. കടം കൊടുത്തിട്ട് പലിശ സഹിതം തിരിച്ചു മേടിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ. പിന്നെ സമൂഹത്തിൽ ചില ഉന്നതന്മാരുണ്ടാവും, അവരുടെ കയ്യിൽ ഇവർക്കാണെങ്കിൽ നേരിട്ട് അങ്ങോട്ട് പലിശ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഈ പൈസ കൊണ്ടുവന്ന് നമ്മുടെ മണി ലെൻഡേഴ്സിനെ കൊടുത്തിട്ട് പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എന്തായാലും ഈ ജോലി ചെയ്യല്ലേ, എനിക്ക് ചെറിയൊരു തുക എന്ത് ചെയ്താൽ മതി, അധികമായിട്ട് തന്നാൽ മതി. പുള്ളിക്കാരൻ കൂടുതൽ തുകയ്ക്ക് എന്ത് ചെയ്യും, ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, പൈസ കടം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി പൈസ കടം കൊടുക്കുന്നു, അതുപോലെ തന്നെ നിക്ഷേപവും സ്വീകരിക്കുന്നുണ്ട്. ഇത് തന്നെയല്ലേ ശരിക്കും ബാങ്കും ചെയ്യുക. അപ്പൊ നിങ്ങൾ പറയുന്നത് ബാങ്കുകാരൊക്കെ ഒരു വട്ടിപ്പലിശക്കാരാണെന്നാണോ? എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളിപ്പോ ഒരു കാര്യം പറഞ്ഞല്ലോ, കൽക്കട്ടയിലാണ് ഈ പറയുന്ന ബാങ്ക് സ്ഥാപിതമായത്. അതെ. പക്ഷെ ഈ കൽക്കട്ടയ്ക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. എന്താണ്? അതായത് 1757 പ്ലാസി യുദ്ധം അല്ലെ? അതെ. അതായത് സിറാജ് ഉദ്ദൗള എന്ന ബംഗാൾ നവാബും അല്ലെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന ഒരു വലിയ യുദ്ധമായിരുന്നു പ്ലാസി യുദ്ധം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ആധിപത്യം അല്ലെങ്കിൽ അടിത്തറ പാകി കൊടുത്തു എന്ന് പറയുന്ന യുദ്ധമാണ് പ്ലാസി യുദ്ധം. ഒരു പൊളിറ്റിക്സ് ആരംഭിക്കുകയാണ്, ഭരണം ആരംഭിക്കുന്നു, കച്ചവടത്തിന് വന്നത് ഒരു സംശയമില്ലാതെ 1757 നടക്കുന്നത്. പിന്നീട് നടക്കുന്ന നമ്മുടെ ബക്സർ കലാപം കൂടി കഴിയുന്നതോടുകൂടി പൂർണ്ണമായും ബംഗാളിന്റെ അധികാരം ആർക്ക് കിട്ടി? ബ്രിട്ടീഷുകാർക്ക് കിട്ടുന്നു. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ 1757 പ്ലാസി യുദ്ധം നടന്നു. അങ്ങനെ അതെ, ബക്സർ നടന്നു. ഈ 1757 ബംഗാളിന്റെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗള, ഈ പുള്ളിക്കാരന് വളരെ രസകരമായ കാര്യമുണ്ട്. അതായത് പുള്ളിക്കാരൻ അധികാരത്തിൽ വന്നപ്പോൾ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബംഗാളിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ തന്നെ അടുത്തുള്ള ഈ കൽക്കട്ട എന്ന കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർ വളരെ സ്ഥാനമുറപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇവർ നടത്തുന്ന വ്യാപാരം അത്ര നല്ലതല്ല എന്ന് സിറാജ് ഉദ്ദൗളയ്ക്ക് അറിയാം. സിറാജ് ഉദ്ദൗള പറഞ്ഞു, ബംഗാളിനുള്ളിൽ വ്യാപാരം നടത്തണമെന്നുണ്ടെങ്കിൽ ചില നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇത് അനുസരിക്കുന്നില്ല. ഇതിന്റെ ഭാഗമായിട്ട് സിറാജ് ഉദ്ദൗള എന്ത് ചെയ്തു, ഈ പറയുന്ന കൽക്കത്തയിലുള്ള ബ്രിട്ടീഷ് ഫാക്ടറി റെയ്ഡ് ചെയ്യിപ്പിക്കുകയും ആക്രമിക്കുകയും നിരവധി ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്ത് തുറങ്കലിലടക്കുകയും ചെയ്തു. അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഇരുട്ടറ ദുരന്തം എന്ന സംഭവം അല്ലെ, 1756 ഇരുട്ടറ ദുരന്തം എന്ന് പറയുന്നത് സിറാജ് ഉദ്ദൗളയുടെ നേതൃത്വത്തിൽ ബംഗാൾ നവാബ് സിറാജ് ഉദ്ദൗളയുടെ നേതൃത്വത്തിൽ നടന്നതാണ്. അങ്ങനെ നിരവധി അല്ലെ ഈ പറയുന്ന ഇംഗ്ലീഷുകാരെ ശ്വാസം മുട്ടിച്ച് കൊന്നൊരു സംഭവമുണ്ട്. ശരിക്കും നമ്മുടെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നുണ്ട് ഇത് വെറും കെട്ടുകഥയാണ്, ബ്രിട്ടീഷുകാരെ ആധിപത്യം ഉറപ്പിക്കാൻ ഇറക്കിയ ഒരു സംഭവമാണ് എന്നൊക്കെ. പക്ഷേ ഈ കൽക്കട്ട എന്ന ഈ ഒരു സ്ഥലത്ത് ഈ ബാങ്ക് ഇങ്ങനെ സ്ഥാപിതമാകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, ബ്രിട്ടീഷുകാർ കാലൂന്നിയ സ്ഥലം തന്നെയാണ് ബംഗാൾ. കാരണം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സ്ഥലമായിരുന്നല്ലോ ബംഗാൾ. അതായത് അല്ലെ ഏറ്റവും സമ്പന്നമായതും ഏറ്റവും അധികം ഫലഭൂഷ്ടമായതുമായ പ്രദേശം. നമ്മുടെ ബംഗാളിലെ തുണിത്തരങ്ങളെ നമ്മൾ വിളിച്ചിരുന്ന പേര് മൽമൽ ഷാഹി എന്നാണ്. അപ്പൊ അത്രയൊരു ബ്രാൻഡ് നമ്മുടെ ഇന്ത്യൻ വസ്ത്രങ്ങൾ, പ്രത്യേകിച്ച് ബംഗാളിലെ തുണിത്തരങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. മൽമൽ ഷാഹി എന്ന് പറയുമ്പോൾ രാജകീയ വസ്ത്രങ്ങൾ എന്നാണ് ബാക്കിയുള്ളവർ വിശേഷിപ്പിക്കപ്പെട്ടത്. അങ്ങനെയുണ്ട്. പിന്നെ നമുക്ക് സാറ് കൊൽക്കത്തയിലെ കാര്യം പറഞ്ഞു. നമുക്ക് 1806 പിന്നീട് നമുക്കൊരു ബാങ്ക് ഓഫ് കൊൽക്കത്ത സ്ഥാപിക്കപ്പെടുകയാണ്. ഈ ബാങ്ക് ഓഫ് കൊൽക്കത്ത സാറ് പറഞ്ഞ പോലെ ബംഗാളിന് പ്രാധാന്യം കൂടിയപ്പോൾ 1809 ഇതെന്തായിട്ട് മാറി, ബാങ്ക് ഓഫ് ബംഗാൾ ആയിട്ട് മാറി. അതാ ഞാൻ പറഞ്ഞത്. അതെ. പിന്നീട് നമ്മൾ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രസിഡൻസി ബാങ്കുകൾ രൂപം കൊള്ളുകയാണ്. ഒന്ന് ബാങ്ക് ഓഫ് ബംഗാൾ. പ്രസിഡൻസി ബാങ്കുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട 3 സ്ഥലങ്ങൾ, ഒന്ന് ബംഗാൾ, പിന്നെ അടുത്തത് ബോംബെ,
3 മദ്രാസ്, 3 സോണുകൾ. അതെ അതെ. അപ്പൊ സാറിന് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ബംഗാൾ, ബോംബെ, മദ്രാസ്? അത് നമ്മൾ ഇപ്പൊ PSCയുടെ ഒരു പോയിന്റിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്രിട്ടീഷ് ആധിപത്യം എന്ന ചാപ്റ്റർ നമ്മൾ എടുക്കുകയാണ്. ഈ ആധിപത്യം ഉറപ്പിക്കുന്ന ഇവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ നോക്കിയാൽ നമ്മളിപ്പോ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ ബംഗാളിലെ പ്ലാസി യുദ്ധം, കലാപം നടന്നു എന്ന്. അപ്പോൾ കൽക്കത്ത സിറാജ് ഉദ്ദൗള പിടിച്ചെടുത്തു. ആദ്യം ബ്രിട്ടീഷുകാരിൽ നിന്നും സിറാജ് ഉദ്ദൗള പിടിച്ചെടുത്തത് കൽക്കത്തയാണ്. ഈ കൽക്കട്ട തിരിച്ചു പിടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നത് അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും പ്രധാന കേന്ദ്രമാണ് ഇത് മദ്രാസ്. ഈ മദ്രാസിൽ നിന്നാണ് എല്ലാ പവറും പോകുന്നത്. റോബർട്ട് ക്ലൈവിനെയും നാവികസേനയിൽ നിന്ന് അഡ്മിറൽ വാട്സനെയും ഒക്കെ അഴിക്കുന്നതും ഈ മദ്രാസ് പ്രസിഡൻസിയിൽ നിന്നായിരുന്നു എന്ന്. എന്നിട്ട് തിരികെ അവർ പോയി കൽക്കട്ട തിരികെ പിടിക്കുന്നു, ബംഗാൾ തന്നെ തിരികെ പിടിച്ച് ഒരു അധികാരം അവിടെ സ്ഥാപിച്ചെടുത്തു, അല്ലെ? അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബോംബെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ നമ്മുടെ ആംഗ്ലോ മറാത്ത കലാപങ്ങളെ കുറിച്ച് സാറ് കേട്ടിട്ടില്ല? പ്രധാനമായും അതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാരണം എന്താണ്? പരുത്തി വ്യാപാരത്തിൽ മറാത്ത ഭരണാധികാരികൾ സൃഷ്ടിച്ച തടസ്സങ്ങളാണ്. എല്ലാത്തിന്റെയും അടിസ്ഥാന സാറി പറയുമ്പോൾ എക്കണോമിക്സ് അവിടെ ഉണ്ട്, പരുത്തി വ്യാപാരം. പക്ഷെ ഞാൻ എക്കണോമിക്സ് പരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയും ബംഗാൾ, ബോംബെ, മദ്രാസ് അത് പ്രധാനപ്പെട്ട തുറമുഖങ്ങളായിരുന്നു. അതെ, എല്ലാ തീരദേശവും കിട്ടുകയാണല്ലോ. അപ്പൊ ഇവർ ശരിക്കും നമ്മളെ ഇന്ത്യ ഒരു കോളനിയാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാണ്. റോ മെറ്റീരിയൽ അത് തുച്ഛമായ വിലയ്ക്ക്, ചിലപ്പോൾ പൈസ തന്നെ കൊടുക്കണമെന്നില്ല. എന്നിട്ട് ഇതിനെവരെന്ത് ചെയ്യുന്നു? ഉൽപ്പന്നമാക്കാൻ വേണ്ടി ഫാക്ടറി നമ്മുടെ ബ്രിട്ടനിൽ കൊണ്ടുപോകും. ബ്രിട്ടനിൽ കൊണ്ടുപോയിട്ട് ഉൽപ്പന്നങ്ങൾ വലിയ വിലയ്ക്ക് എന്ത് ചെയ്തു? ഇന്ത്യയിൽ തന്നെ വിറ്റു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുറമുഖങ്ങൾ വികസിക്കണം. അപ്പോൾ ശരിക്കും ഞാൻ പറയും എന്താണ്, ഈ തുറമുഖങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് ബംഗാൾ, ബോംബെ, മദ്രാസ് എന്ന് പറയുന്നത് എന്തായി? പ്രധാനപ്പെട്ട മേഖലകളായി. അതെ, ഒരു സംശയം വേണ്ട, വളരെ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റും ഈ 3 സ്ഥലങ്ങളിലേക്ക്. അതാണ് അതിന്റെ കാര്യം. അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ പ്രസിഡൻസി ബാങ്കുകളെ പറ്റി പറയണം. പ്രസിഡൻസി ബാങ്കുകളെ പറ്റി പറയുമ്പോൾ ഒന്ന് ബാങ്ക് ഓഫ് ബംഗാൾ. നമ്മൾ പറഞ്ഞു 1809 ബാങ്ക് ഓഫ് ബംഗാൾ സ്ഥാപിക്കപ്പെടുന്നത്. പിന്നെ ബാങ്ക് ഓഫ് ബോംബെ 1840 സ്ഥാപിക്കപ്പെടുന്നു. 1843 ബാങ്ക് ഓഫ് മദ്രാസ് സ്ഥാപിക്കപ്പെടുന്നു. അപ്പോൾ ഈ പ്രസിഡൻസി മേഖലകളിലുള്ള ബാങ്കിങ് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നു? വളരെ എളുപ്പത്തിൽ നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു വ്യാപാര വികസനത്തിന്റെ ഒരു ഭാഗം കൂടിയായിരിക്കും അല്ലേ ഈ 3 സോണിലല്ലേ ബാങ്കിങ് അല്ലേ? വ്യാപാര വികസനത്തിന്റെ ഒരു വളർച്ച വരുന്നു എന്നുള്ളതല്ലേ? അതെ അതെ. അപ്പൊ അതാ പറഞ്ഞത്, ചരിത്രത്തിന്റെ കാര്യമുണ്ട് അവര്. പിന്നെ സാർ ഇപ്പോൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ബാങ്കിന് എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ 3 ബാങ്കുകൾ പിന്നെ 1857 റിവോൾട്ട് കഴിയുന്നു. 58 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് വരുന്നു. അവിടെ വരുമ്പോൾ ഭയങ്കര ചേഞ്ച് അല്ലേ പിന്നെ ഉണ്ടാവുന്നത്? നമ്മുടെ ഭരണത്തിന്റെ ഒരു വ്യവസ്ഥ, അതായത് കോർട്ട് ഓഫ് കൺട്രോൾ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരങ്ങൾ പൂർണ്ണമായി എടുത്തു മാറ്റുകയും വിക്ടോറിയ രാജ്ഞി നേരിട്ട് ഇന്ത്യയെ ഭരിക്കാൻ തുടങ്ങുന്നതുമായ പോയിന്റ്. അപ്പൊ ശരിക്കും നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രാധാന്യം കുറഞ്ഞിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? നേരിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. അപ്പൊ അവിടുത്തെ ഒരു എക്കോണമി നോക്കുകയാണ്, ബാങ്കിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രസിഡൻസി ബാങ്കുകൾ ആദ്യകാലത്ത് നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുമായിരുന്നു. പേപ്പർ കറൻസി. അപ്പോൾ നമ്മുടെ നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യുന്നു. അപ്പോൾ പിന്നീട് 1861 ഈ നോട്ട് അച്ചടിച്ച് വിതരണം ചെയ്യാനുള്ള ഈ പ്രസിഡൻസി ബാങ്കിന്റെ അവകാശം നിർത്തലാക്കപ്പെടുകയും ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കുകയും ചെയ്യാണ്. അത് നമുക്ക് അവിടെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. സാറ് പറഞ്ഞ പോലെ 1858 അതെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അല്ലെങ്കിൽ രാജ്ഞിയുടെ വിളംബരം കറക്റ്റ് ആണ്. അത് പ്രകാരം ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ പറയുന്ന റാണി നേരിട്ട് നമ്മുടെ ഇന്ത്യയെ ഭരിക്കുന്നു. അതിന് പുതിയൊരു 2 തസ്തികകൾ, അതായത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന തസ്തിക മാറുന്നു, പകരം വൈസ്രോയി എന്ന തസ്തിക വരുന്നു. പിന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു തസ്തിക, അതായത് ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പ്രതിനിധി എന്ന നിലയിൽ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വരുന്നു. അദ്ദേഹത്തിന് കീഴിൽ ഒരു കൗൺസിൽ ഇന്ത്യയിൽ രൂപീകരിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ഒരു ഭരണചക്രം തന്നെ അവർ അവിടെ മുതൽ മാറ്റി തുടങ്ങുകയാണ്. പുതിയൊരു ഭരണം അവിടേക്ക് കൊണ്ടുവരുന്നു. അതായത് ഈ കോർട്ട് ഓഫ് കൺട്രോൾ അഥവാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ പറയുന്ന ബിസിനസ് ഗ്രൂപ്പിനെ നമ്മൾ പറയുന്നത് കോർട്ട് ഓഫ് കൺട്രോൾ എന്നായിരുന്നു. കോർട്ട് ഓഫ് കൺട്രോളിന്റെ പൂർണ്ണ അധികാരങ്ങളും എടുത്തു മാറ്റുന്നു. പിന്നെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഇന്ത്യയുടെ പ്രധാനപ്പെട്ട റവന്യൂ, ഈ റവന്യൂ അത് അങ്ങനെയുള്ള വരുമാന സ്രോതസ്സുകളെല്ലാം ഈ ഒരു നിയമത്തിലൂടെ പിന്നീട് നേരെ ബ്രിട്ടീഷ് റാണിയുടെ കീഴിലേക്ക്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പിന്നെ അധികാരമില്ല. അങ്ങനെയാണ് ആ ഒരു നിയമത്തിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. പിന്നെ ശരിക്കും നമുക്ക് പിന്നെ ഒരു ഗ്യാപ്പ് 1864 കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാങ്കിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ പറ്റും. 1921 നമ്മുടെ ഈ പ്രസിഡൻസി ബാങ്കുകളെ തമ്മിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണല്ലോ. അപ്പൊ ശരിക്കും അതിനൊരു കാരണമുണ്ട് സാറേ. അതായത് സാറിന് നോക്കിയോ, 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് കഴിഞ്ഞു. പിന്നീട് നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള സംഘടനകൾ, അതായത് നമ്മൾ സംഘടിത സ്വഭാവത്തിലേക്ക് മാറി, നാഷണലൈസേഷൻ ഫീലിംഗ് വരികയാണ്. നമുക്കൊരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ വ്യൂയിലേക്ക് മനുഷ്യനെ മാറ്റാൻ പോവുകയാണ്. 1885 INC രൂപപ്പെട്ടു.
അതിനുശേഷം പിന്നീട് നമുക്ക് എടുത്തു പറയാവുന്ന 2 പ്രധാന നിയമങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. ഒന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1909, അല്ലെങ്കിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909. അതിന് മറ്റൊരു പേരാണ് മിന്റോ മോർലി റിഫോംസ്. ഈ ഒരു നിയമം അത് കഴിഞ്ഞ് സാറേ അധികം വൈകുന്നില്ല, 10 കൊല്ലം കഴിഞ്ഞ് നോക്കിക്കേ, 1919 മറ്റൊരു നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919, അല്ലെങ്കിൽ ഈ 2 ഭരണപരിഷ്കാരങ്ങൾക്ക് ശേഷമുള്ള ഒരു മാറ്റം ഇപ്പൊ സാർ പറഞ്ഞ 1921 നമ്മുടെ എന്ത് ചെയ്യുന്നു, ഈ പ്രസിഡൻസി ബാങ്കുകൾ തമ്മിൽ ചേർന്നിട്ട് ഇമ്പീരിയൽ ബാങ്ക് രൂപം കൊള്ളുകയാണ്. പക്ഷെ അങ്ങനെ വന്നപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വന്നത്, നമ്മുടെ ഇമ്പീരിയൽ ബാങ്ക് ഫോം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് ചില പോരായ്മകൾ വരികയാണ്. മറ്റേത് പ്രസിഡൻസി ബാങ്കിലുണ്ടായിരുന്നു, ഇപ്പൊ ഇമ്പീരിയൽ ബാങ്ക് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പൊ ഇമ്പീരിയൽ ബാങ്കിന്റെ പോരായ്മയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ ഗവൺമെന്റ് നിയമിക്കുകയാണ്. 1926 മറ്റല്ലേ? അതെ, 1926 ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ. നമ്മൾ ആരോട് ചോദിച്ചാലും എല്ലാവരും പറയുന്നത് ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ ആണ്. ശരിക്കും നമ്മുടെ ആ കമ്മീഷന്റെ പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് എന്നാണ്. അങ്ങനെയുണ്ട്. അതെ, അതിനെ ഹെഡ് ചെയ്ത ആളാണ് നമ്മുടെ ഹിൽട്ടൺ. ഓക്കെ. അപ്പോൾ ഹിൽട്ടൺ കമ്മീഷൻ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് പുള്ളി ഇമ്പീരിയൽ ബാങ്കിന്റെ പോരായ്മയെ പറ്റി പഠിക്കാൻ വന്നെങ്കിലും പുള്ളി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിന് ഒരു കേന്ദ്ര ബാങ്ക് വേണം, ഒരു സെൻട്രൽ ബാങ്ക് വേണം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം, ഇദ്ദേഹത്തിന്റെ ശുപാർശ പ്രകാരം പിൽക്കാലത്ത് 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. വീണ്ടും 1919 പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. പിന്നീട് സൈമൺ കമ്മീഷന്റെ ചർച്ചകളുടെയും ഇത് വരുന്നു. അത് കഴിഞ്ഞ് 3 വട്ടമേശ സമ്മേളനങ്ങൾ 1930-32 കാലഘട്ടങ്ങളിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ വരുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സാർ നോക്കൂ, സെയിം ഡേറ്റിലല്ലേ അത് വന്നത്? അതെ, അത് പിള്ളേർക്ക് നന്നായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഹിൽട്ടൺ ആൻഡ് കമ്മീഷൻ കഴിഞ്ഞു, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കപ്പെടുന്നു. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ 1949 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ടു. പക്ഷെ സാറിനൊരു ഡൗട്ട് തോന്നി കാണും, നമ്മുടെ ഇമ്പീരിയൽ ബാങ്ക് അവിടെ ഉണ്ടായിരുന്നില്ലേ, അതിനെന്ത് പറ്റി? അത് പിന്നീട് 1955 SBI ആയിട്ട് മാറുകയായിരുന്നു. അതെ, അപ്പൊ നമ്മുടെ ഇമ്പീരിയൽ ബാങ്ക് ആണ് ശരിക്കും SBI ആയിട്ട് മാറുന്നത്. നമ്മളൊരു കണക്ഷൻ പറയുകയാണെങ്കിൽ കൊൽക്കത്തയിൽ തുടങ്ങി 1806 കൊൽക്കത്ത പ്രസിഡൻസി ബാങ്കുകൾ, ഇത് ഇമ്പീരിയൽ ബാങ്ക് ആയിട്ട് മാറി. പിന്നീട് ഇത് എന്തായിട്ട് മാറുന്നു, നമ്മുടെ SBI ആയിട്ട്. ആലോചിച്ച് നോക്കിയാല് ബ്രിട്ടീഷുകാര് ഇന്ത്യയില് നികുതി സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ അല്ലെ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥയുണ്ട്, റൈറ്റ് വാരി ഉണ്ട്, മഹൽവാരി വ്യവസ്ഥയുണ്ട് അല്ലെ? ഇന്ത്യയിലെ വിവിധ മേഖലകളിലായിട്ടാണ് നടപ്പിലാക്കിയത്. ഇപ്പം ശാശ്വത ഭൂനികുതി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മുടെ ബംഗാൾ അല്ലെ, ബീഹാർ, ഒറീസ മേഖലകളിലാണ്. അപ്പോൾ ഒരു നികുതിയിൽ നിന്നും വരുമാനം കണ്ടെത്തി തുടങ്ങിയ ബ്രിട്ടീഷുകാർ അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സോഴ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സമ്പ്രദായം നമ്മളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങിയിട്ട് അത് വന്ന് അല്ലെ ഏതൊരു നിലയിലേക്കാണല്ലേ? സാർ ഇപ്പോൾ നികുതി വ്യവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ വീണ്ടും നമുക്ക് എക്കോണമി കണക്ട് തീർച്ചയായിട്ടും തിരിക്കണം. കാര്യം പറയുമ്പോഴേക്ക് നമ്മുടെ റയത്ത് വാരി മഹൽവാരി സമ്പ്രദായങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്ത്യയിൽ കാണുന്ന ഒരു കാര്യം, കണ്ടിന്യൂസ് ആയിട്ട് ഇതിന് സാർ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിന് തൊട്ട് പിറകെ ഒരു വലിയ ഫെമൈൻ ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്കോണമി അടുത്ത് നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ പറയേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് നികുതി പറയുമ്പോൾ GST വരെ പറയേണ്ടി വരും. അപ്പൊ ശരിക്കും നമ്മള് ഒന്നും കൂടി ഇരിക്കേണ്ടി വരും. അതായത് ചരിത്രവും എക്കണോമിക്സും തമ്മിൽ വീണ്ടും കൈകോർക്കേണ്ടി വരും. തീർച്ചയായിട്ടും. അപ്പൊ പിന്നെ വലിയൊരു തർക്കത്തിന്റെ കാര്യമില്ല, ചരിത്രമാണ് എക്കണോമിക്സ് ആയിട്ടുള്ളത്, എക്കണോമിക്സ് തന്നെയാണ് ചരിത്രത്തിൽ പറയാനുള്ളത് അല്ലേ? അപ്പൊ നമുക്ക് വീണ്ടും കാണാം. പൈസ കടം എനിക്ക്